അടിപൊളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് പൂരി മസാലക്കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് പൂരി മസാലക്കറിയാണല്ലോ നമ്മളിന്ന് വയ്ക്കുന്നത്. അതിനായിട്ട് ഞാനിതാ 3 ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നു. ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് സ്റ്റവിൽ വെച്ച് ഒരു 2 വിസിൽ കേട്ടാൽ മതിയാകും നന്നായിട്ട് വെന്ത് കിട്ടാൻ. കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്തുള്ള തൊലി പൊളിച്ചു കളയുകയാണ്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ പുറത്തെ തൊലിയെല്ലാം പൊളിച്ച് എടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ഇതേ രൂപത്തിൽ എടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ. അടുത്തതായിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാനായി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. കുറച്ച് പെരിഞ്ജീരകം. ഇതിൽ ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഈ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കട്ടെ. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും. ഉള്ളിയും മറ്റും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിനൊരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളയ്ക്കട്ടെ. നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു 2 മിനിറ്റ് സ്റ്റവിലിരുന്ന് ഒന്നുകൂടി വേകട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് പൂരി മസാലക്കറി റെഡിയായിരിക്കുന്നു. ഈ കറി റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിക്കുന്ന അതേ പൂരി മസാലക്കറിയുടെ ടേസ്റ്റ്. പൂരി മസാലക്കറി റെഡിയായിരിക്കുന്നു. ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.